നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുങ്ങി രാജ്യം. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും എറണാകുളം ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രനാണ് മരിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന സർക്കാർ സംസ്ഥാനത്ത് വാർഷികാഘോഷങ്ങൾക്ക് കോടികൾ പൊടിക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കുന്നംകുളത്ത് തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. കാണാതായ ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാരെ തിരുപ്പതിയിൽ നിന്നും പോലീസ് കണ്ടെത്തി. അന്തർ സംസ്ഥാന പോലീസ് ഗ്രൂപ്പ്, തിരുപ്പതി പോലീസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഇരുവരെയും തിരുപ്പതിയിൽ നിന്നും സുരക്ഷിതമായി കണ്ടെത്തിയത്. ലഹരിക്കെതിരെ സംഗീത ലഹരിയുമായി ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ പെയ്തിറങ്ങി. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കൗമാര കലാപ്രതിഭ ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ അരങ്ങേറിയത്. വാർത്തകൾ വിശദമായി. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുങ്ങി രാജ്യം. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട്. എറണാകുളം ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് പഹൽഗാമിൽ ആക്രമണമുണ്ടായത്. ഭീകരാക്രമണത്തിൽ മരിച്ച 29 പേരിൽ 26 പേരെ തിരിച്ചറിഞ്ഞു. ഗുജറാത്തിൽ നിന്ന് 3 പേർ, കർണാടകയിൽ നിന്ന് 3 പേർ, മഹാരാഷ്ട്രയിൽ നിന്ന് 6 പേർ, ബംഗാളിൽ നിന്നും 2 പേർ, ആന്ധ്രയിൽ നിന്ന് ഒരാൾ, കേരളത്തിൽ നിന്ന് ഒരാൾ, UP, ഒഡീഷ, ബീഹാർ, ചണ്ഡീഗഡ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, കശ്മീർ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് മരിച്ചവരുടെ പട്ടികയിലുള്ളത്. നേപ്പാളിൽ നിന്നുള്ള ഒരാളും മരിച്ചു. ശ്രീനഗറിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങി. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന സർക്കാർ സംസ്ഥാനത്ത് വാർഷികാഘോഷങ്ങൾക്ക് കോടികൾ പൊടിക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കുന്നംകുളത്ത് തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന പിണറായി സർക്കാർ സംസ്ഥാനത്ത് വാർഷികാഘോഷങ്ങൾക്ക് കോടികളാണ് പൊടിക്കുന്നത്. വികസിത കേരളം എന്നത് BJPയുടെ വെറുമൊരു മുദ്രാവാക്യം അല്ലെന്നും പാർട്ടിയുടെ ദൗത്യമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. തൃശൂർ നോർത്ത് ജില്ല തന്റെ അമ്മയുടെ നാട് എന്നതിനാൽ ഏറെ പ്രിയപ്പെട്ട ഇടമാണെന്നും സ്വന്തം നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ചെയ്യാൻ പോകുന്നു ഈ ടീം വികസിത കേരളം എന്ന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികളെല്ലാം പ്രഖ്യാപിച്ചിട്ട് 4 ദിവസം മുമ്പേ തുടങ്ങിയ ഈ പ്രോഗ്രാം ഇന്നലെ ആദ്യത്തെ കൺവെൻഷൻ തൃശ്ശൂർ സിറ്റിയിലായിരുന്നു. ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇനി അങ്ങനെ മെയ് 10-ാം തീയതി വരെ 30 ജില്ലയിൽ ഞാൻ പോയി ഈ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം, അതിൻ്റെ കാഴ്ചപ്പാട്, അത് എന്താണ്, എന്തുകൊണ്ട് നമ്മളെല്ലാവർക്കും ഇതൊരു ദൗത്യമായി ലക്ഷ്യമായി കാണണം എന്ന് ഞാൻ പറയാൻ പോകുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം എന്നതാണ് നമ്മുടെ സങ്കല്പം. കഴിഞ്ഞ 9 കൊല്ലം കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിന് അവസരം നൽകി. എന്നാൽ എന്തെങ്കിലും പ്രയോജനം സംസ്ഥാനത്ത് ലഭിച്ചോ? വൻ വ്യവസായശാലകൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉയർന്നപ്പോൾ അവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പായി. ഈ നാട്ടിലെ മുൻനിര ആരോഗ്യ പ്രവർത്തകരായ ആശാവർക്കർമാർ ആഴ്ചകളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിലാണ്. അവരെ കണ്ടില്ലെന്ന് നടിച്ച് 100 രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകാത്ത സർക്കാരാണിത്. പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട യുവാക്കൾക്ക് തൊഴിൽ നിഷേധിക്കുകയാണ് സർക്കാർ. രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിലാണ്. ഏറ്റവും ഉയർന്ന വിലക്കയറ്റ നിരക്കും കേരളത്തിൽ തന്നെ. ആശാവർക്കർമാർക്കും കർഷകർക്കും തുടങ്ങി സംസ്ഥാനത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് പിണറായി സർക്കാരിന്റെ 9 വർഷങ്ങളിൽ യാതൊരു ആഘോഷവുമില്ലെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR അനീഷ്, വിപിൻ കൂടിയേടത്ത്, KS രാജേഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന നേതാക്കളായ അനൂപ് ആന്റണി, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, A നാഗേഷ്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, E ചന്ദ്രൻ, രമ രഘുനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് മരിയൻ ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കും. ഏപ്രിൽ 25, 26, 27 തീയതികളിൽ തീർത്ഥകേന്ദ്രത്തിലാണ് മരിയൻ ബൈബിൾ കൺവെൻഷൻ നടക്കുക. ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ദിവ്യബലിയെ തുടർന്ന് നടക്കുന്ന ബൈബിൾ കൺവെൻഷനിൽ ഫാദർ സിൻഡോ പൊന്തേക്കൻ, ഫാദർ റോയ് വേളക്കൊമ്പിൽ, ബ്രദർ സന്തോഷ് കരിമത്ര എന്നിവർ വചന പ്രഘോഷണത്തിന് നേതൃത്വം നൽകും. ഏപ്രിൽ 26, 27 തീയതികളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 5 മണി വരെ കുമ്പസാരം, കൗൺസിലിംഗ് എന്നിവയ്ക്ക് സൗകര്യമുണ്ടായിരിക്കും. മെയ് 3, 4 തീയതികളിലാണ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നത്. കാണാതായ ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാരെ തിരുപ്പതിയിൽ നിന്നും പോലീസ് കണ്ടെത്തി. ചാലിശ്ശേരി 7ാം വാർഡ് കാരത്ത് തോട്ടം ചോലയിൽ 76 വയസ്സുള്ള അമ്മിണി, അനുജത്തി 68 വയസ്സുള്ള ശാന്ത എന്നിവരെയാണ് ഈ മാസം 20 മുതൽ കാണാതായത്. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനായാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മൊബൈൽ ഫോണുകൾ എടുക്കാതെ ക്ഷേത്ര ദർശനത്തിന് പോയ ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 10നും 11നും ഇടയിൽ ഇരുവരും ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പാലക്കാട് എത്തിയതായും അവിടെ നിന്നും കോയമ്പത്തൂരെത്തി തിരുപ്പതിയിലേക്ക് പോയതായും കണ്ടെത്തി. ചാലിശ്ശേരി പോലീസ് സംഘം തിരുപ്പതി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. അന്തർ സംസ്ഥാന പോലീസ് ഗ്രൂപ്പ്, തിരുപ്പതി പോലീസ് എന്നിവരുടെ സഹായത്തോടെയാണ് ഇരുവരെയും തിരുപ്പതിയിൽ നിന്നും കണ്ടെത്തിയത്. ചാലിശ്ശേരി SHO കുമാർ, സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ, DYSP ക്രൈം സ്ക്വാഡ് അംഗം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ റഷീദ്, ജിതിൻ ബാബു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ലഹരിക്കെതിരെ സംഗീത ലഹരിയുമായി ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ പെയ്തിറങ്ങി. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കൗമാര കലാപ്രതിഭ ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ അരങ്ങേറിയത്. പഴുന്നാനയിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ദീർഘനാൾ ചികിത്സയിൽ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന പാർവണ ഭദ്രദീപത്തിൽ തിരി തെളിയിച്ചതോടെയാണ് ചടങ്ങിന് തുടക്കമായത്. ചൊവ്വന്നൂർ BRCക്ക് കീഴിലുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികളായ ആർഷ, സ്നിയ മേരി, അസഫ് രാജ്, അനുശ്രീ എന്നിവർ പ്രാർത്ഥന ചൊല്ലി. തുടർന്ന് നടന്ന ചടങ്ങ് ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ഇതളുകൾ വിടർത്തി നിൽക്കുന്ന ഒരു ചടങ്ങാണിത്. ഓരോ ഇതളും സുഗന്ധപൂരിതമാണ്, പ്രധാനമാണ്, വർണ്ണശബളമാണ്. കുന്നംകുളത്തുകാർക്ക് ഷെയർ ആൻഡ് കെയറിനെ കുറിച്ച് എന്നെപ്പോലൊരാൾ വന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. കാര്യമായ ധനശേഖരണം കൂടാതെ അതിലെ അംഗങ്ങളുടെ തന്നെ സാമ്പത്തികമായ പങ്കാളിത്തം കൊണ്ട് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ഷെയർ ആൻഡ് കെയർ, പങ്കുവെപ്പും കരുതലും തന്നെയാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാനിന്നിവിടെ പറയട്ടെ, വലിയ ആളുകളാണ് വന്നിരിക്കുന്നത്, വലിയ ആളുകളാണ് സംഘടിപ്പിക്കുന്നത്. കാരണം ഇതൊരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ്. ജീവകാരുണ്യ പ്രസ്ഥാനം നടത്താൻ വലിയ ആളുകൾക്കേ കഴിയൂ. വലിയ ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. വലിയ ആളെയാണ് ആദരിക്കുന്നത്. ലഹരി മാഫിയകളുടെ കയ്യിലകപ്പെട്ട സമൂഹത്തെ വീണ്ടെടുക്കേണ്ടത് ഓരോ പൗരന്മാരുടെയും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും ഉത്തരവാദിത്വമാണെന്ന് സമദാനി വ്യക്തമാക്കി. പക്ഷേ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പല മാറ്റങ്ങളും നല്ലതിനാണോ? സമൂഹത്തെ അത് എവിടെയാണ് കൊണ്ടുപോയിട്ട് ചെന്നെത്തിക്കുക? ഈ പോക്ക് പോയാൽ നാളത്തെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ എല്ലാവരും കൂട്ടായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇളം തലമുറയെപ്പറ്റി ചിന്തിക്കണം, ഗംഗമോളുടെ തലമുറയെപ്പറ്റി ചിന്തിക്കണം, അതിനും അപ്പുറത്തേക്ക് ചിന്തിക്കണം. നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ അധ്യക്ഷനായി. സൊസൈറ്റി സെക്രട്ടറി ഷമീർ ഇഞ്ചിക്കാലയിൽ, പ്രോഗ്രാം കൺവീനർ സിംല ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രായത്തെ വെല്ലുന്ന കലാവൈഭവത്തോടെ ഗംഗാ ശശിധരൻ തന്റെ വയലിൻ തന്ത്രികളിൽ നിന്നും ഇടതടവില്ലാതെ നാദധാര പൊഴിച്ചതോടെ കാണികൾ നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. രണ്ടര മണിക്കൂറോളം നീണ്ട സംഗീത ലഹരി കുന്നംകുളത്തെ ആസ്വാദകർക്ക് നവ്യാനുഭവമായി.
സമൂഹമാധ്യമങ്ങളിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന കൗമാരപ്രതിഭ ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ ആദ്യമായാണ് കുന്നംകുളത്ത് അരങ്ങേറുന്നത്. വയലിൻ ഫ്യൂഷൻ പരിപാടിയുമായി സഹകരിച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും മൊമന്റോ സമ്മാനിച്ചു. ചടങ്ങിൽ മീഡിയ പാർട്ണറായിരുന്ന CCTVയെ ആദരിച്ചു. CCTVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ് എന്നിവർ ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. പുന്നിയൂർക്കുളം പഞ്ചായത്തിന്റെയും അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ ബോധവൽക്കരണ ക്ലാസും ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകളിലെ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തി. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിജു ജോർജ് കുന്നത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ ഉദ്ഘാടനം ചെയ്തു. ശാന്തി ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഹെൽത്ത് സൂപ്പർവൈസർ ഹരിദാസൻ വിശദീകരിച്ചു. ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ടിനു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വന്ദന, സ്മിത, ഫിദ, ഉണ്ണികൃഷ്ണൻ, ആശാ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നാടിന്റെ സാംസ്കാരിക സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നതാവണം മസ്ജിദുകളെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേച്ചേരി മംബഉൽ ഹുദ ഇസ്ലാമിക് അക്കാദമി അങ്കണത്തിൽ പുതുതായി നിർമ്മിച്ച ഗ്രാൻഡ് മസ്ജിദ് ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ സമാധാന കേന്ദ്രങ്ങളാണ് പള്ളികളെന്നും ഇസ്ലാമിന്റെ തനിമ നിലനിർത്തിയ പാരമ്പര്യ ആരാധനകൾ സംരക്ഷിക്കപ്പെടണമെന്നും പുത്തൻ വാദങ്ങൾ ഉന്നയിക്കുന്ന ഉൽപ്പതിഷ്ണുക്കളെ കരുതിയിരിക്കണമെന്നും കാന്തപുരം ഓർമ്മിപ്പിച്ചു. ആത്മീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. മർക്കസ് ഡയറക്ടർ ജനറൽ C മുഹമ്മദ് ഫൈസി അധ്യക്ഷനായിരുന്നു. സയ്യിദ് ഫസൽ തങ്ങൾ, ബഷീർ സഖാഫി, അസ്ലം സഖാഫി, ഡിണ്ടിക്കൽ ഖാജ ഹുസൈൻ ഹാജി, RV ഇസ്മായിൽ ഹാജി, ഉസ്മാൻ സഖാഫി തിരുവത്ര, KK ജമാലുദ്ദീൻ ഹാജി, ബഷീർ സഖാഫി, അസ്ലം സഖാഫി എന്നിവർ സംസാരിച്ചു. മംബഉൽ ഹുദ അക്കാദമിയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെയും പള്ളി നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിച്ചവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. മംബഉൽ ഹുദ അങ്കണത്തിൽ വൈകിട്ട് 5 മണിക്ക് നടന്ന സാംസ്കാരിക സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. KB അവർമാൻ കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. പുന്നിയൂർ പഞ്ചായത്ത് കാന്താരി ഗ്രാമം പദ്ധതിയുടെ 2ാമത് സീസൺ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KA വിശ്വനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 40 ക്ലസ്റ്ററുകൾക്കായി 20,000 തൈകൾ ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്തു. സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പരിപാടിയുടെ വിശദാംശങ്ങൾ കാർഷിക വികസന സമിതി വാർഡ് അംഗങ്ങളുടെ സംയുക്ത യോഗത്തിൽ ചർച്ച ചെയ്തു. AK വിജയൻ, MK അർഫാത്ത്, സെലീന നാസർ, VS രജനി, ഷെരീഫ കബീർ, കൃഷി അസിസ്റ്റന്റ് ഷാജിമോൻ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ K ഗംഗാദത്തൻ പദ്ധതി വിശദീകരണം നടത്തി. സിജിമോൻ, സനൽ P രാജ്, ജിഷ, ഷീബ അർജുനൻ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധരായ യൗസേപ്പ് പിതാവിന്റെയും കന്യക മറിയത്തിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഏപ്രിൽ 30, മെയ് 1 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. സംയുക്ത തിരുനാളിന്റെ ഭാഗമായുള്ള കൊടിയേറ്റം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. തുടർന്നുള്ള നവനാൾ ദിനങ്ങളിൽ വൈകിട്ട് ലതീഞ്ഞ്, നൊവേന, പ്രസിദ്ധി വാഴ്ച, വിശുദ്ധ കുർബാന തുടങ്ങിയ തിരുകർമ്മങ്ങൾ ഉണ്ടാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ലിയോ പുത്തൂർ, തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അന്തിക്കാട് മാത്യു ജോൺസൺ, മറ്റു കമ്മിറ്റി കൺവീനർമാർ, കൈക്കാരന്മാരായ അന്തിക്കാട് ഫ്രാൻസിസ് വിൽസൺ, ആളൂർ ഔസേപ്പ് ലേവി, ചിറയത്ത് സണ്ണി ആൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാതയിലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ അശാസ്ത്രീയമെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. വടക്കേക്കാട് നായരങ്ങാടിയിൽ നിന്നും മുക്കിലപ്പീടിക വരെ ദിവസങ്ങളായി തുടരുന്ന ജോലികളാണ് അശാസ്ത്രീയമെന്ന ആക്ഷേപം ഉയരുന്നത്. പൈപ്പ് ലൈൻ മാറ്റുന്നതിന് കുഴിച്ചെടുക്കുന്ന മണ്ണ് നിരുത്തരവാദപരമായ രീതിയിൽ റോഡിൽ തന്നെ നിക്ഷേപിക്കുന്നത് മൂലം ഇരുചക്രവാഹന, കാൽനട യാത്രക്കാർ തുടങ്ങിയവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. വരുന്ന മഴക്കാലത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നീക്കം ചെയ്യാനും ഇവിടെ യാത്രക്കാർക്ക് സൗകര്യമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള അവസരം വാട്ടർ അതോറിറ്റി ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് നടപ്പിലാക്കാത്ത പക്ഷം വലിയ സമരപരിപാടികൾക്ക് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ ഈ ജോലി ആരംഭിച്ചതിനു ശേഷം നിരവധി അപകടങ്ങളാണ് ഈ മേഖലയിൽ നടന്നത്. ഇതുകൂടാതെ വെള്ളം ഒഴിഞ്ഞുപോകാനുള്ള കാനയിൽ പൈപ്പ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിച്ചത് മൂലം വരുന്ന മഴക്കാലത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാഹചര്യമാണ് ഉള്ളതെന്നും എത്രയും പെട്ടെന്ന് കാന വൃത്തിയാക്കാനുള്ള നടപടിയും റോഡിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള പ്രവൃത്തിയും സ്വീകരിക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ഹസൻ തെക്കേ പട്ടേൽ ആവശ്യപ്പെട്ടു. ഇതിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി ഭക്തിഗാനമേള നടന്നു. കല്ലുംപുറം സ്വദേശി സിനിത് ടിജി ദമ്പതിമാരുടെ മകൾ വിദ്യാർത്ഥി കൂടിയായ യുവഗായിക ശിവഗംഗയുടെ ഗാനം സദസ്സിന് കയ്യടി നേടി. പിതാവിന്റെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ച ശിവഗംഗ കല്ലുംപുറം സിറാജുൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. കലാമത്സരങ്ങളിൽ ഉപജില്ലാ ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പിതാവ് സിനിത്തും ഗാനങ്ങൾ ആലപിച്ചു. ധ്വനിതരംഗ് കടവല്ലൂരിന്റെ നേതൃത്വത്തിൽ യുവതലമുറയിലെ ഗായകരുടെയും സ്വരസമർപ്പണങ്ങൾ ആഘോഷത്തിന്റെ തനിമ കൂട്ടി. പരമ്പരാഗത ഭക്തിഗാനങ്ങൾക്ക് പുതുമയുടെ സ്പർശമേകിയ കരോക്കെ ഭക്തിഗാനമേളയിൽ രാജേഷ്, സുവർണ, പ്രശാന്ത്, ജിസ്മി, സുകുമാരൻ, സതി എന്നിവരും ഗാനങ്ങൾ ആലപിച്ചു. RSS പിറവികൊണ്ടത് മുതൽ രാജ്യത്ത് വർഗീയതയുടെ തേരോട്ടമാണെന്ന് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം P. ശശിധരൻ അഭിപ്രായപ്പെട്ടു. അണ്ടത്തോട് സംഘടിപ്പിച്ച VP മാമു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാബറി മസ്ജിദ് തകർത്തപ്പോഴും ഗുജറാത്ത് ഗോദ്ര സംഭവം നടന്നപ്പോഴും രാജ്യം ഭരിച്ചിരുന്ന ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിന്റെ ഫലമായി കേരളത്തിലെ മുസ്ലിം അണികൾക്കിടയിലെ ചോർച്ചയിൽ വിളറി പൂണ്ടാണ് ഇത്തരത്തിലുള്ള വിഭാഗീയതയുമായി മുസ്ലിം സംരക്ഷകൻ എന്നവകാശപ്പെടുന്ന പാർട്ടികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. RSSന് കുടപിടിക്കുന്ന സമീപനമാണ് SDPI, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ശശിധരൻ കൂട്ടിച്ചേർത്തു. 150 കോടിയെ താഴെ വരുന്ന ഇന്ത്യ രാജ്യത്തെ ജനസംഖ്യയിൽ 19 കോടി വരുന്ന ആളുകൾ പ്രിയപ്പെട്ടവർ ഇത്രയും വലിയതാണോ? ആണെന്ന് ധരിക്കുന്ന ഒരു മുസ്ലിം സംഘടനയേ ഉള്ളൂ, പോപ്പുലർ ഫ്രണ്ടും SDPIയും ജമാഅത്തെ ഇസ്ലാമി. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ 2039 വരുമ്പോൾ അവരധികാരത്തിൽ വരുന്ന എനിക്കറിയില്ല. അവരെ നല്ല ഡോക്ടറെ കാണിക്കുന്ന അവർക്കും നല്ലതാണ്. RSSന്റെ ഗുരുസ്ഥാനീയന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, SDPIക്കാരാണ്, പോപ്പുലർ ഫ്രണ്ടാണ്. നിങ്ങൾ ഈ ഉയർത്തുന്ന ഈ മുദ്രാവാക്യം ഇന്നലെ വരെ BJP അല്ലാത്ത ഹിന്ദുവിനെയും BJP ആക്കാനല്ലേ? ആണോ? ഞങ്ങള് 4 മുസ്ലിമിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയല്ല ഞങ്ങളിത് പറയുന്നത്. കുമാരൻപടിയിൽ നിന്നും ആരംഭിച്ച റാലിയോടുകൂടിയാണ് അനുസ്മരണ പൊതുസമ്മേളനത്തിന് തുടക്കമായത്. ഏരിയ കമ്മിറ്റി അംഗവും ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറിയുമായ V. അപ്പു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ജനപ്രതിനിധികളായ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, മെമ്പർമാരായ പ്രേമ സിദ്ധാർത്ഥൻ, ബുഷറ നൌഷാദ്, ആലത്തയിൽ മൂസ, PS അലി തുടങ്ങിയവരും പങ്കെടുത്തു. AD ധനീബ് സ്വാഗതവും V. താജുദ്ദീൻ നന്ദിയും പറഞ്ഞു. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ മികച്ച അറബി അധ്യാപകനുള്ള AB അബ്ദുള്ള മാസ്റ്റർ പുരസ്കാരം കരസ്ഥമാക്കിയ പൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ അറബി അധ്യാപികയായ MK ആത്തിക്ക BVയെ കുന്നുകുളം സബ് ജില്ലയിലെ റിട്ടയർഡ് അറബി അധ്യാപകർ മൊമെന്റോ നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു. സെന്റ് തോമസ് സ്കൂളിലെ പ്രധാന അധ്യാപിക ബീന ടീച്ചർ, അറബി അധ്യാപക പ്രതിനിധി ലൂസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. അധ്യാപികമാരായ മിസിരിയ, അമീന, രുക്മിണി, ജമീല, സുലൈഖ എന്നിവർ സംബന്ധിച്ചു. വിദ്യാലയത്തിനകത്തും പുറത്തുമുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നത്. പോർക്കുളം പഞ്ചായത്തിൽ മെൻസ്ട്രുവൽ കപ്പിന്റെ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ നിർവഹിച്ചു. പോർക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ, വാർഡ് മെമ്പർമാരായ KA ജ്യോതിഷ്, സുധന്യ സുനിൽകുമാർ, വിജിത പ്രജി എന്നിവർ സംസാരിച്ചു. പ്രോജക്ട് അസോസിയേറ്റ് ഡോക്ടർ P. സൗമ്യ മോഹൻ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ KR പ്രേംരാജ് നന്ദിയും പറഞ്ഞു. 1,44,897 രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവാക്കിയത്. 469 പേരാണ് ഗുണഭോക്താക്കളായുള്ളത്.
റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതി പ്രകാരം തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് സംയുക്ത അവലോകന യോഗം ചേർന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന സംയുക്ത അവലോകന യോഗത്തിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും ഇനി നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ മുൻഗണന നിശ്ചയിക്കുന്നതിനുമായാണ് മണലൂർ നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ കോൾപ്പാടശേഖര സമിതികളുടെയും കൃഷി വകുപ്പ്, KLDC, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം, KSEB, ഇറിഗേഷൻ എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത അവലോകന യോഗം ചേർന്നത്. നിലവിൽ RKI പദ്ധതി പ്രകാരം മണലൂർ നിയോജകമണ്ഡലത്തിലെ മുല്ലശ്ശേരി, വെങ്കിടങ്ങ്, എളവള്ളി, അരിമ്പൂർ, മണലൂർ എന്നീ പഞ്ചായത്തുകളിലെ കോൾപ്പാടശേഖരങ്ങളിൽ ഇതുവരെ നടപ്പിലാക്കിയ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരണവും തുടർന്ന് ചർച്ചയും നടന്നു. ശേഷം ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് സമർപ്പിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ R. ഷേർലി, KLDC എഞ്ചിനീയർമാരായ G. അഖിൽനാഥ്, ജസ്റ്റിൻ തോമസ്, NK അനു, VG സുനിൽ, KLDC കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ AL ബോബൻ, ജയപ്രദീപ്, കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സോഫിയ ജോൺ, KDA അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV പ്രദീപ്, മുല്ലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PP ദിവ, മുല്ലശ്ശേരി, വെങ്കിടങ്ങ്, എളവള്ളി, അരിമ്പൂർ കൃഷി ഓഫീസർമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും കോൾപ്പാടശേഖര സമിതി ഭാരവാഹികളും യോഗത്തിൽ സംബന്ധിച്ചു. പുന്നയൂർകുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 26-ന് തൃശൂരിൽ നടക്കുന്ന തൊഴിൽ പൂരത്തിൽ പങ്കെടുക്കുന്നവർക്കായി അഭിമുഖ പരിശീലനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാറിന്റെ അധ്യക്ഷതയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, സെക്രട്ടറി ശ്രീലത, ക്ലർക്ക് ജിസ്ന, CDS ഗിരിജാരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. റിസോഴ്സ് പേഴ്സൺ തസ്നി ബഷീർ അഭിമുഖ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. തീമാറ്റിക് എക്സ്പെർട്ട് ആൻസി സ്വാഗതവും കമ്മ്യൂണിറ്റി അംബാസിഡർ സൗമ്യ വിനോദ് നന്ദിയും പറഞ്ഞു. KDISC പ്രതിനിധി കിരൺ നേതൃത്വം നൽകി. ലോക പുസ്തക ദിനത്തിൽ ഗാന്ധിയനായ PV ഗംഗാധരൻ മാസ്റ്ററുടെ മൃതശരീരത്തിൽ ഗാന്ധിയൻ പുസ്തകങ്ങൾ സമർപ്പിച്ച് അധ്യാപകന്റെ വ്യത്യസ്തമായ ആദരാഞ്ജലി. ഗാന്ധിയൻ പ്രവർത്തനങ്ങളുടെ പ്രചാരകനും ലഹരിവിരുദ്ധ പ്രവർത്തകനുമായിരുന്ന PV ഗംഗാധരൻ മാസ്റ്ററുടെ ദേഹവിയോഗത്തിൽ അനുശോചനമർപ്പിച്ചാണ് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ PJ സ്റ്റൈജു ഗാന്ധിയൻ പുസ്തകങ്ങൾ മൃതദേഹത്തിൽ സമർപ്പിച്ചത്. ഗാന്ധി ദർശനങ്ങൾ നെഞ്ചേറ്റിയ മാസ്റ്ററുടെ മൃതശരീരത്തിൽ പുഷ്പചക്രങ്ങൾ സമർപ്പിക്കുന്നതിനേക്കാൾ ഉചിതം ഗാന്ധിയൻ പുസ്തകങ്ങളുടെ സമർപ്പണമാണെന്ന തിരിച്ചറിവാണ് സ്റ്റൈജുവിനെ വേറിട്ട രീതിയിൽ ചിന്തിക്കാൻ ഇടയാക്കിയത്. ഒല്ലൂർ PR പടിയിലെ ഗംഗാധരൻ മാസ്റ്ററുടെ വസതിയായ ഉപാസനയിൽ പൊതുദർശനത്തിന് വെച്ച മൃതശരീരത്തിൽ ലോക പുസ്തക ദിനത്തിലാണ് ഗാന്ധിജിയുടെ ആത്മകഥയും ഗാന്ധിജിയുടെ ജീവിത സന്ദേശം അടങ്ങിയ പുസ്തകങ്ങളും സമർപ്പിച്ച് ആദരമർപ്പിച്ചത്. അധ്യാപകനായ TT പോൾ, സർവോദയം പ്രവർത്തകനായ PP സുകുമാരൻ, ഗാന്ധി ദർശനവേദി പ്രവർത്തകൻ VI ജോൺസൺ, മാധ്യമ സാംസ്കാരിക പ്രവർത്തകൻ പ്രമോദ് ചേർപ്പ് എന്നിവരും സ്റ്റൈജു മാസ്റ്റർക്കൊപ്പം ഉണ്ടായിരുന്നു. ഗംഗാധരൻ മാസ്റ്റർക്കൊപ്പം വിവിധ മേഖലകളിൽ ഗാന്ധിയൻ പ്രവർത്തനങ്ങളും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള വ്യക്തിയാണ് 24 കേരള ബറ്റാലിയനിലെ മേജർ റാങ്കിലുള്ള അസോസിയേറ്റഡ് NCC ഓഫീസർ കൂടിയായ സ്റ്റൈജു മാസ്റ്റർ. AL സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ വാർഷിക പെരുന്നാൾ ഏപ്രിൽ 26, 27 തീയതികളിൽ ആഘോഷിക്കും. ഈസ്റ്റർ ഞായറാഴ്ച ഇടവക പള്ളിയിലെ ആരാധനയ്ക്കു ശേഷം വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ പെരുന്നാളിന്റെ കൊടിയേറ്റം നിർവഹിച്ചു. 26-ന് ശനിയാഴ്ച വൈകിട്ട് 7-ന് സന്ധ്യാ നമസ്കാരം, പെരുന്നാൾ പ്രാരംഭ പ്രദക്ഷിണം, ദേശക്കാരുടെ പെരുന്നാൾ ആഘോഷങ്ങൾ. 27 പുതുഞായറാഴ്ച രാവിലെ 8:30-ന് വിശുദ്ധ കുർബാന, ദേശക്കാരുടെ പെരുന്നാൾ ആഘോഷങ്ങൾ. വൈകിട്ട് 5:15-ന് പള്ളിയിൽ നിന്നും കുരിശുപള്ളിയിലേക്കുള്ള പെരുന്നാൾ സമാപന പ്രദക്ഷിണം, ആശീർവാദം, സ്നേഹവിരുന്ന് എന്നിവയാണ് പെരുന്നാളിന്റെ പ്രധാന പ്രോഗ്രാമുകൾ. ആഘോഷങ്ങൾക്ക് വികാരി കൈസ്ഥാനി മനോമോഹൻ, സെക്രട്ടറി AK പോൾസൺ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കുടുംബശ്രീ CDS തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന രാഷ്ട്രീയ വിവാദത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് K. അജിത് കുമാർ, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് NR രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെയുണ്ടായിരുന്ന കേസ് തൃശൂർ SC/ST സ്പെഷ്യൽ കോടതി തള്ളി. ഇതോടെ നീണ്ട 7 വർഷത്തെ നിയമ പോരാട്ടത്തിന് വിരാമമായി. CPM രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നൽകിയ കള്ളക്കേസ് തള്ളിയത് രാഷ്ട്രീയ പകപോക്കലിനുള്ള തിരിച്ചടിയാണെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് K. അജിത് കുമാർ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർക്കേണ്ടത് പാവപ്പെട്ട ആളുകളുടെ, ദുർബല വിഭാഗങ്ങളുടെ ആളുകളുടെ സംരക്ഷണത്തിനായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള SC/ST വകുപ്പും അതുപോലെ തന്നെ പോക്സോ കേസും
ഡൊമസ്റ്റിക് വയലൻസ് ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെയും അതുപോലെ SC/ST വിഭാഗങ്ങളുടെയൊക്കെ സംരക്ഷണത്തിനായിട്ടാണ് ഇത്തരം വകുപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ വേണ്ടി ഈ സെക്ഷൻ ഉപയോഗിക്കുകയാണ്. ജാതിപ്പേര് വിളിക്കാത്തതിൽ ജാതിപ്പേര് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൻ്റെ മുകളിലുള്ള അധീശത്വം ഉപയോഗിച്ചുകൊണ്ട് കേസെടുപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുപ്പിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ നന്മയ്ക്കായി രാജ്യത്ത് കൊണ്ടുവന്ന നിയമങ്ങൾ അത് ദുരുപയോഗപ്പെടുത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരള യുവജനക്ഷേമ ബോർഡും കേരള സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനും ചേർന്ന് തിരുവനന്തപുരത്ത് നടത്തിയ സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം കൈവരിച്ച ഗ്രേറ്റ് മാർഷൽ ആർട്സ് കളരിപ്പയറ്റ് അക്കാദമിയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിവിധ ഇനങ്ങളിലായി സ്വർണം, വെള്ളി, വെങ്കല മെഡലുകൾ ഉൾപ്പെടെ 18 മെഡലുകളാണ് നേടിയെടുത്തത്. അയിരൂർ സ്വദേശി ഹൈദർ ഹാജി ഗുരുക്കളുടെ സ്മരണാർത്ഥം പ്രവർത്തിക്കുന്ന ഗ്രേറ്റ് മാർഷൽ ആർട്സ് കളരിപ്പയറ്റ് അക്കാദമി സംസ്ഥാന മത്സരങ്ങളിൽ തുടർച്ചയായി ശ്രദ്ധേയമായ പ്രകടനമാണ് നടത്തുന്നത്. അനുമോദന യോഗത്തിൽ ഡോക്ടർ ജെയ്സ് ഡേവിസ്, KP റാസിൽ, സർഫറാസ് പാലപ്പെട്ടി, ഷിഹാബ്, ഷഹീർ ഗുരുക്കൾ, ഷാഫി, മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. നമ്മൾ ഒന്നാകണം നാടിന്റെ നന്മയ്ക്കായി എന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ സാഹോദര്യ പദയാത്ര പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. ചൊവ്വാഴ്ച രാവിലെ പെരുമ്പിലാവ് വെൽഫെയർ പോയിന്റിൽ നിന്നും വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. അനീസ് നയിച്ച സാഹോദര്യ പദയാത്ര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പര്യടനം നടത്തി. വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിതിരിവിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വാതന്ത്ര്യ പോരാട്ടത്തെയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടി സാഹോദര്യ പദയാത്ര നടത്തിയത്. സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി മുജീബ് പട്ടേൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷമീറ നാസർ, ഷബീർ അഹ്സൻ, മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അംഗം മുഹമ്മദ് അസ്ലം, പ്രവാസി ഫോറം പ്രസിഡന്റ് PS ഷംസുദ്ദീൻ, FITA ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് KB, തനിമ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷഹീദ് പാലിയത്ത്, വിമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആസിയ അനീസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ സ്വാഗതവും ട്രഷറർ NK മൊയ്തീൻ നന്ദിയും പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലിയേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് 9 3 മണിക്ക് പെരുമ്പിലാവിൽ സ്വീകരണം നൽകും. കരിക്കാൽ സെന്ററിൽ നിന്നും ആരംഭിച്ച് പെരുമ്പിലാവ് ജംഗ്ഷനിൽ സമാപിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയിൽ മണ്ഡലത്തിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുക്കും. കുന്നുകുളം ട്രോപ്പിക്കൽ ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സൗജന്യ ശാരീരിക മാനസിക വൈകല്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 27 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 2 മണി വരെയാണ് ക്യാമ്പ്. ആദർശ് സ്പെഷ്യൽ സ്കൂളിൽ നിന്നുമുള്ള വിദഗ്ധ സംഘം ക്യാമ്പിന് നേതൃത്വം നൽകും. ഓരോ കുട്ടികളുടെയും ഭിന്നശേഷി തിരിച്ചറിയുന്നതിനും ഉചിതമായ പരിശീലന രീതികൾ നിർണ്ണയിക്കുന്നതിനും മാതാപിതാക്കൾക്ക് പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടി നടത്തുന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0488 22 48 17 97 44 20 80 98. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 9015 രൂപ, പവന് 72,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 109 രൂപ. ചർമ്മം കേച്ചേരി തേർമഠം ചാക്കുണ്ണി മകൻ യാക്കോബ് എന്ന ജേക്കബ് നിര്യാതനായി 91 വയസ്സായിരുന്നു. സംസ്കാരം എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. മേഴ്സി, ടോമി, ലൂസി, ഗ്രേസി, ഷീല, റീജ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുങ്ങി രാജ്യം. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും എറണാകുളം ഇടപ്പള്ളി സ്വദേശി N. രാമചന്ദ്രനാണ് മരിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന സർക്കാർ സംസ്ഥാനത്ത് വാർഷികാഘോഷങ്ങൾക്ക് കോടികൾ പൊടിക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കുന്നംകുളത്ത് തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു.
കാണാതായ ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാരെ തിരുപ്പതിയിൽ നിന്നും പോലീസ് കണ്ടെത്തി. അന്തർ സംസ്ഥാന പോലീസ് ഗ്രൂപ്പ്, തിരുപ്പതി പോലീസ് എന്നിവരുടെ സഹായത്തോടെയാണ് ഇരുവരെയും തിരുപ്പതിയിൽ നിന്നും സുരക്ഷിതമായി കണ്ടെത്തിയത്. ലഹരിക്കെതിരെ സംഗീത ലഹരിയുമായി ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ പെയ്തിറങ്ങി. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കൗമാര കലാപ്രതിഭ ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ അരങ്ങേറിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.